നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നപ്പോൾ എനിക്ക് വളരെയധികം വിഷമവും വേദനകളും തോന്നിയത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോയുമായി വന്നത് കേട്ടോ. പണ്ട് കാലത്ത് ദിലീപിന്റെ തുടക്കകാലത്ത് സിനിമയിൽ വരുന്നത് മിമിക്രിയിൽ നിന്നാണല്ലോ ദിലീപ് സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ അദ്ദേഹം ഒരുപാട് അപഹാസങ്ങളും പരിഹാസങ്ങളും ഒക്കെ ഒരുപാട് നേരിട്ടിട്ടുണ്ട്. അയാളെ പലയിടത്തു നിന്നും ഇറക്കി വിടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ പൃഥ്വിരാജ് വന്നിരുന്നു. പൃഥ്വിരാജ് വന്നപ്പോൾ അയാളെ രായപ്പനെന്നും അയാൾക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കളിയാക്കലും കുറ്റപ്പെടുത്തലും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ എല്ലാവരും തലയിൽ തൂക്കി വെച്ച് കൊണ്ടാടുന്ന ഫാഫ എന്ന് പറയുന്ന ഫഹദ് ഫാസിലിന്റെ ഫസ്റ്റ് പടം എന്ന് പറയുന്നത് കയ്യെത്തും ദൂരത്തായിരുന്നു. അതിൽ മമ്മൂട്ടി ഒരു ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ചിത്രത്തിൽ അഭിനയിച്ചപ്പോഴും അയാൾക്ക് നേരിട്ടതും ഇതുപോലെ പരിഹാസങ്ങളും ഇതൊക്കെ ആയിരുന്നു. അയാൾ പെണ്ണുങ്ങളെ പോലെ അഭിനയിക്കുന്നു എന്നും അയാളെ ഭയങ്കരമായിട്ട് അധിക്ഷേപിച്ചു. എന്നിട്ട് ഒരു കംബാക്ക് അയാൾ കൊടുത്തപ്പോൾ അയാളെപ്പോലെ അഭിനയിക്കുന്ന വ്യക്തി പിന്നെ ആരും ഇല്ലെന്നാണ് പറയുന്നത്. ഫാഫായെ കേരളത്തിൽ മാത്രമല്ല അന്യഭാഷ ചിത്രങ്ങളിൽ പോലും ഫാഫായെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുറ്റപ്പെടുത്തലുകളും അല്ലെങ്കിൽ പരിഹാസങ്ങളും ഏറ്റുവാങ്ങുന്നവരാണ് പിന്നീട് വൻ വിജയങ്ങളിലേക്ക് പോകുന്നത്. ഈ നടന്മാരായിക്കോട്ടെ അല്ലെങ്കിൽ ആരോ ആയിക്കോട്ടെ. അപ്പോൾ അവരുടെ തുടക്കകാലത്ത് എല്ലാവർക്കും പാളിച്ചകൾ വന്നിട്ടുണ്ട്. ഈ നമ്മുടെ മലയാള സിനിമയിൽ തന്നെ വലിയ അഭിമാന താരങ്ങളാണ് മമ്മൂട്ടിയും മോഹൻലാലും എന്ന് പറയുന്നത്. അവരുടെ ആദ്യ സിനിമ എടുത്ത് നോക്കിയാലും അതേ കുറവുകൾ കാണാൻ കഴിയും. ആരും പെർഫെക്റ്റ് ആക്ട് അല്ല വരുന്നത് അഭിനയത്തിലേക്ക്. ഓരോന്നും ചെയ്തതിന് ശേഷമാണ് പെർഫെക്റ്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് ഇവരുടെ സിനിമ കാണരുത്, അവരെ അഭിനയം കൊള്ളത്തില്ല, ഇവരുടെ അഭിനയം കൊള്ളത്തില്ല, അങ്ങനെയൊന്നും ആരെയും തരം താഴ്ത്താനായിട്ട് പാടില്ല. ഇപ്പോൾ റിവ്യൂ എടുക്കുന്ന ആൾക്കാർ അവർ ഇതാണ് ചെയ്യുന്നത്. റിവ്യൂ പറയുന്നവർ ഒരു സിനിമയെ പറ്റി ഭയങ്കരമായിട്ടുള്ള മോശങ്ങളാണ് പറയുന്നത്. ഇത് ഒരു നിർമ്മാതാവിനെയും അല്ലെങ്കിൽ അതിലെ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയെയും സംവിധായകനെയും അവരെ എത്രത്തോളം വിഷമത്തിലാക്കുന്നു എന്നറിയുമോ? അവരൊരു സിനിമയിൽ വന്നിരുന്ന് കുറ്റം പറയുകയും അതെല്ലാം ചെയ്യുന്നതും ഒരു നടനെ അപമാനിക്കുന്ന അല്ലെങ്കിൽ നടിയെ അപമാനിക്കുന്നതും ആ തരത്തിലാണ് അവരും പെരുമാറുന്നത്. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ഒരാളെ നന്നാക്കാം. ഒരു അധ്യാപകനായിരുന്നപ്പോൾ ഒരു കുട്ടിയെ വടിയെടുത്ത് തല്ലുന്നത് അയാൾ നാളെ മുതൽ സ്കൂളിൽ വരാതിരിക്കാനല്ല, അയാൾ തിരുന്തി വരണം എന്ന രീതിക്കാണ് അയാൾ തല്ലുന്നത്. അല്ലാതെ വരാതിരിക്കാനായിട്ട് അയാൾ അത്ര അധികം തല്ല് കൊടുത്താൽ പിന്നെ ആ കുട്ടി സ്കൂളൊന്ന് കേൾക്കുമ്പോൾ ആ കുട്ടി പേടിച്ചോടേ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതുപോലൊരു അവസ്ഥയാണ് ഈ സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും അല്ലെങ്കിൽ മറ്റുള്ളവരെ പറഞ്ഞ് പരിഹാസത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുകയും ചെയ്യുന്നത്. ദയവായിട്ട് ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ നിർത്തണം. ഒരാളെ നന്നാക്കുന്ന തരത്തിലാണെങ്കിൽ അയാളെ ആ ഒരു രീതിക്ക് പറയുക. സിനിമ മോശമാണെന്നോ അല്ലെങ്കിൽ നടൻ മോശമാണെന്നോ അത് പറയേണ്ട ഒരു രീതിക്ക് പറഞ്ഞു നിർത്തുക. അതല്ലാതെ മറ്റു കുറ്റപ്പെടുത്തലുകളും കുറവുകളും ഒന്നുമല്ല പറഞ്ഞ് ഉണ്ടാക്കേണ്ടത്. ഇതുപോലെ പറഞ്ഞ ഒരാളാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ CM ആയിട്ടിരിക്കുന്നത്. അയാൾ സിനിമയിൽ അഭിനയിച്ചാൽ ഈ മൂഞ്ചി വെച്ച് സിനിമ കാണാൻ ആരെങ്കിലും വരുമോ എന്നാണ് തമിഴിൽ ആദ്യം അയാൾ അഭിനയിച്ചപ്പോഴത്തേക്ക് അയാൾക്കെതിരെ വന്നിരുന്ന ആരോപണങ്ങൾ. ഇയാളുടെ മുഖം കണ്ട് ആരും സിനിമ കാണാൻ തിയേറ്ററിൽ വരത്തില്ല, ഇയാളെ വെച്ച് ആര് പടം എടുക്കാനാണ്. അതിനുശേഷം അയാൾ ചെയ്തിട്ടുള്ള പടങ്ങൾ എല്ലാ സൂപ്പർ ഹിറ്റുകളും ബ്ലോക്ക് ബസ്റ്ററുകളൊക്കെയാണ്. അയാളിപ്പോൾ അവിടുത്തെ CM ആയിട്ടിരിക്കുകയാണ്. ഒരുപാട് പരിഹാസങ്ങൾ നേരിട്ടൊരു വ്യക്തിയാണ്. ഈ പരിഹാസങ്ങളും ഈ അപമാനങ്ങളും നേരിടുന്ന വ്യക്തികളാണ് വലിയ വലിയ താരങ്ങളായി മാറുന്നത്. ഇപ്പോഴാ മാധവ് സുരേഷിന്റെ കാര്യം പറയുന്നു. അയാളുടെ സിനിമ അയാൾ അഭിനയിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, ഒരാളെ ആക്ഷേപിക്കരുത്. അത് അവിടെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. ഒരാളെ മാത്രം വെച്ച് നിങ്ങൾ അങ്ങ് തരം താഴ്ത്തരുത്. അവർ BJP-യിൽ പോയത് കൊണ്ട് അല്ലെങ്കിൽ സുരേഷ് ഗോപി BJP-യിൽ ചേർന്നത് കൊണ്ട് അവരുടെ മക്കളെയും അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരെയും ഒന്നും ആരും തരം താഴ്ത്തി കാണേണ്ട ആവശ്യമില്ല. ഒന്ന് രണ്ട് സിനിമ ചിലപ്പോൾ അഭിനയം കുറവായിരിക്കും അല്ലെങ്കിൽ അഭിനയിച്ചത് പോരായിരിക്കാം. തിരിച്ചവർ കംബാക്ക് കൊടുക്കും.
എന്താ ഗോകുൽ സുരേഷ് അഭിനയത്തിലേക്ക് വന്നപ്പോഴത്തേന് ആദ്യം പെർഫെക്റ്റ് ഒന്നും അല്ല. ആദ്യം വന്നപ്പോഴത്തേക്ക് അവന് ഭയങ്കര തടിയാണ്, അല്ലെങ്കിൽ അവന് ഭയങ്കര അതായിട്ട് ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാണ് നിങ്ങളെല്ലാവരും പറഞ്ഞത്. അതിനുശേഷം എന്താണ്, മമ്മൂക്കയോടൊപ്പമാണ് ഒരു മമ്മൂക്കയ്ക്കൊപ്പം നിന്ന് അഭിനയിക്കാനാണ് ആ ഗോകുൽ സുരേഷിന് അവസരം കിട്ടിയത്. എല്ലാവരും വരും, എല്ലാവരും അഭിനയം പഠിച്ചു വരും. നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്തണ്ട എന്ന് ഞാൻ പറയുന്നില്ല. കുറ്റപ്പെടുത്തുകയും ചെയ്യാൻ നിങ്ങൾക്ക് കുറവുകളെല്ലാം എല്ലാ കാര്യങ്ങളും പറയാം. പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ട്. അവര് കൊല വിളിക്കുകയല്ല വേണ്ടത്. അവര് പറയേണ്ടത് പറഞ്ഞു പോവുക. സിനിമയും അല്ലെങ്കിൽ അതിനെ കുറിച്ച് വരുന്നതെല്ലാം ഒരു ലിമിറ്റ് ചെയ്ത് നിങ്ങൾ പറയുക. അപ്പോൾ എനിക്ക് ഈ കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, താങ്ക് യു.